ഏതാ ദശകം? ഏതൊക്കെയാ സമനുസ്മൃതതാവകന്ദ്രയുഗ്മാ സമനുപങ്കജ ദശകം ഹിരണ്യാക്ഷദേവീ മോചനവും ഹിരണ്യാക്ഷം താവദ്വരദ ഭവതന്വേഷണപരം ചരന്തം സംവാർത്തേ പയസി നിജാംഘാപരിണിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതിർനാരദമുനി ശനൈരുചേ നന്ദന്തനുജമഭി നിന്ദസ്തവവരം സമായാവി വിഷ്ണുർഹരതി ഭവതിയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം സദൻകാസ്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത് അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുധരയർ ദുരത്യൈർദൈത്യന്തം ധിരിസുധതമവജ്ഞായ ഭഗവൻ മഹിം ദൃഷ്ട്വാ ദൃഷ്ട്വാം ശിരസി നികിതാം സേന മഹസാ പയോധായ പ്രസഭമുധയുക്കഥാമൃതവിധൗ ഗദാപാണൗ ദൈത്ये ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോത്കൃഷ്ടവിയതാ രണാലോകൗ സുഖിന്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ദ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദ്ദിശേ ഗതോന്മർദ്ധേ തസ്മിൻസ്തവ ഖലു ഗദ്ഗദായാം ഗദാഘാതാത് ഭൂമൗ ഛരിതി പതിതായ മഹഹഭോ മൃദുസ്മേരസ്മൃതത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുചിഷേ തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തന്ത്യേന കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുസ്തത്വാം സമതനോത് ഗളന്മായേ മായാ സ്തുയി കില ജഗന്മോഹനഹരിം ഭവച്ചക്രേ ജ്യോതിഷ്കണ ലവനിപാദേന വിതുദേ തതോ മായാചക്രേ വിദധഘന രോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിനന്ദമസുരം സ്വപാഥാങ്കുഷ്ഠേന ശ്രവണപഥ മൂലേ നിരവധി മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗണദ്രക്തോ വക്ത്രാതപത ഋഷിഭിः ശ്ലാഘിതഹരി തദാ ത്വാമുഗ്ധാമപ്രമഥപര വിദ്യോതിഹൃദയ മുനീന്ദ്രാ സാന്ദ്രാവി സ്തുതിഭിരന്നുവ നദ്വരതനും ത്വചിച്ഛന്തോ രോമാം സ്വപി കുശഗണശ്ചക്ഷുഷി കൃതം ചതുർഘോദാരോഹംഹൗ സുഗവി വദനേ ചോദരഹിടാ ഗൃഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച വമസാ വിഭോ സോമോ വീര്യം മരദഗള ദേശേപ്യവസദ മുനീന്ദ്രൈ
സ്തുത്യാദിസ്തവന മുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധീഷ്ണം സംപ്രാപ്ത സുഖരസ വിഹാരി മധുരിപോ നിരുന്ദ്യാരോഗം മേ സകലമപി വാദാലയപദേ. 14-ാം ദശകം കപിലാവതാരം. സമനുസ്മൃതതാവഗംഘ്രിയുഗ്മാ സമനുപങ്കജ സംഭവങ്കജന്മാ നിജമന്ദരമന്ദരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണച്ഛായവസ്തദീയമാജാ ധൃതസർഗരസോ നിസർഗരമ്യം ഭവ ഭഗവസ്ത്വമയുധം സമാം നിഷേവേ ഗരുഡോപരി കാളമേഘമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലാസിതാനനം വിഭോത്വം വപുരാ വിഷ്കുരുഷേ സ്മ കർദ്ധമായ സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദയിദം നവാവപുത്രിം കപിലം ച സുതം സ്വമേവ പശ്ചാൽ സുഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോഹു സമനുഷദരൂപായ മഹിഷ്യാ ഭവത്യാ സുധയാ ച ദേവഹൂത്യാ അവതീരിത നാരദോപദിഷ്ട സമകാൽ കഥമാഗതി പ്രതീക്ഷം മനുനോപകൃതാംശ്ച ദേവഹൂതിം തരുണീം രത്നമവാപ്യ കർദ്ധമോസൗ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശ്രൂഷണയാ ദദൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നമാത്മാ വ്യവഹരദേവ പഥേഷു ദേവഹൂത്യാ ശതവർഷമദവൃതിത്യസോയം നവകന്യാ സമവപ്യധന്യരൂപാ വനയാന സമൃദ്ധ്യുതോപി കാന്തഹിത കൃത്വച്ഛനനോത്സുകോ നൃമാസിൽ നിജഭർതൃഗിരാഭവൻ നിഷേവ നിരതായാമഥ ദേവദേവഹൂത്യം കപിലസ്ത്വമജായഥാ ജനാനം കഥയിഷ്യൻ പരമാത്മതത്വവിദ്യം വനമേയുഷി ഗർദ്ധമേ പ്രസന്നേ മത സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാൽ. നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മതിരിഹ ഗുണസക്താ ബന്ധുകൃദ്വേഷസക്താ ത്വമൃതകൃതുപരുദ്ധോ ഭക്തിയോഗോസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവത്ര സാധ്യാ കപിലതനുരിതി ത്വം ദേവഹുത്യന്യകാദി പ്രകൃതി മഹദഹങ്കാരശ്ച മാത്രശ്ച ഭൂതാ ജ്ഞാതിഹൃദവി ദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലനുരുചി ത്വം ദേവഹുത്യൈന്യകാദി പ്രകൃതിഗതഗുണൈർഘൈർജയതേ പുരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേദൻ മധനുഭജന തത്വാലോചനൈ സപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹുത്യൈന്യകാദി
വിമലമതിരുപാദൈരസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതപാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹുത്യൈന്യകാദി മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈർ മയി സുരസഖോ ഭക്തചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഖി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹുത്യൈന്യകാദി അഹഹബഹുലഹംസാ സച്ചിദാത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലയാളി വിശദി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹുത്യൈന്യകാദി യുവതി ജഠരഖിന്നോ ചാന്തബോധോപ്യകണ്ഠേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യമാല്യം പുനരവിപദമുഖ്യത്യേവ കാരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹുത്യൈന്യകാദ്യം പിതൃസുരഗണയാജീർധാർമികോയഗ്രഹസ്ഥ സ ച നിപതതി കാലേ ദക്ഷിണാർത്ഥോ വദാമി മയി നിഹിതമാമം കൂർമ്മതുത്പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹുത്യൈന്യകാദി ഇതി സുവിദിതവേദ്യം ദേവഹേ ദേവഭൂതിം കൃതനുതിമനുഗൃഹ്യാദാംഗതോ യോഗി സന്ധേ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുഹിജ്യം പരമകിമുപഭുക്ത്യ ത്വത്പദംഭോജഭക്തിം സകലഭയവിനേത്രിം സർവമഹമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്ധിയുധാമയന്മേ പവനപുരേശ തുല്യപാദം സഭക്തിം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും കേട്ടോ. അത് ഇളകിയ ഭയങ്കര ശബ്ദമുണ്ട്. അങ്ങോട്ട് ഇളക്കിയെടുത്താലേ കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനെ കണ്ണിനു കർപ്പൂരമാകണം അഞ്ജനലേപന രഞ്ജിത കഞ്ചന മഞ്ജുളലോചനൻ തന്മുഖം കാണണം കാവ്യ പുഞ്ചിരി മായാതെ നിന്ന മാധവൻ തന്നുടെ ചെഞ്ചുണ്ട് കാണണം കാളിന്തി തന്നുടെ വാർമി കുഞ്ചങ്ങളിൽ കാറോളി കർണനങ്ങുണ്ടായിരിക്കണം ഒരു കുന്നു മാനസം രാധയ്ക്കു മത്സഖി കാർവർണ്ണനയുടൻ കൊണ്ടുവന്നിടണം കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനൻ കണ്ണിനു കർപ്പൂരമാകണം കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനൻ കണ്ണിനു കർപ്പൂരമാകണം.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വർഷത്തില് ഒരു ദിവസം മാത്രം കിട്ടുന്നതായ ഒരു വലിയ പുണ്യസുദിനം വിദ്യാരംഭം. ഒരുപാട് കഥകൾ പറയുന്നതായ വിജയദശമി, നവരാത്രി എല്ലാം പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു പുണ്യസുദിനത്തില് ആചാര്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയായ സുബ്രഹ്മണ്യസ്വാമി വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, സ്കന്ദ എന്ന് പറയുന്നുണ്ട്. ആ സുബ്രഹ്മണ്യസ്വാമി സ്വരൂപിയായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തില് ശ്രീമദ് ഭാഗവതം മൈത്രേയ മഹർഷി വിതുര മഹാശയന് മായയെ പറ്റി നോക്കണ്ട. എന്താ കാരണം? അത് നോക്കുന്നതിനൊക്കെ എളുപ്പമല്ലേ ഗുരുവായൂരപ്പനെ അന്വേഷിക്കുന്നത്. ആ ഗുരുവായൂരപ്പനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ മായ തന്നെ വഴിമാറിക്കോളും. ആ ഭാഗം വരെ നമ്മെ അനുഗ്രഹിച്ചു തന്ന ആചാര്യന് സാഷ്ടാംഗ പ്രണാമം പറയാം. വേദവ്യാസ മഹർഷിയും ദക്ഷിണാമൂർത്തിയും ഗുരുവും ഗണപതിയും സരസ്വതി ദേവിയുടെയും പൂർണ്ണ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ ഈ പുണ്യസുദിനത്തില് ഈ വേദിയിലെ ഭാഗവതം നമുക്ക് അനുഗ്രഹിച്ചു തന്ന വേങ്ങേരി ഈ വിജയദശമി ദിവസത്തെ ഭാഗവതത്തിന്റെ മഹത്വം പ്രത്യേകം അറിഞ്ഞ് അനുഷ്ഠിച്ച ആ വേങ്ങേരിയെയും ആ ഗുരുപരമ്പരകളെയും ഇന്നത്തെ പ്രത്യേക ദിവസത്തിൽ നമസ്കരിക്കാം. ശ്രീമദ് ഭാഗവതത്തെ ഏറ്റവും അധികം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാശി വിശ്വനാഥനായ കൈലാസനാഥനെ മഹാദേവനെ നമസ്കരിക്കാം. എല്ലാ സജ്ജനങ്ങളുടെ പാദങ്ങളിലും നമസ്കരിക്കാം. നാളെ വീണ്ടും ഒരു ഏകാദശി സുദിനം. നമ്മൾ കഴിഞ്ഞ ഏകാദശി ദിവസമാണ് ഇവിടെ മാഹാത്മ്യത്തോടു കൂടി തുടങ്ങിയത് എന്ന് ഓർമ്മിക്കുക. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. 4ാമത്തെ തിങ്കളാഴ്ച ഈ നേരാവുമ്പോഴേക്ക് ഈ ഭാഗവത സവര്യ ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ കയ്യിൽ നമുക്ക് ഏൽപ്പിക്കേണ്ട അവസ്ഥയിലാണ്. ആ ദിവസം വരെയുള്ള ഭാഗവതം ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ.